അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആരാണ് ഈ വ്യക്തി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത്, എന്താണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ രഹസ്യം. ഒരുപാട് പേര് ചിന്തിക്കുന്നതായിരിക്കാം ഇങ്ങനൊരു പേഴ്സണെ കണ്ടുമുട്ടിയത് എന്തുകൊണ്ടാണ്, വളരെയധികം നിങ്ങൾക്ക് മെൻ്റലി ഒരു കണക്ഷൻ തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ്, എങ്ങനെയാണ് ഈ ഒരു വ്യക്തിനെ പരിചയപ്പെട്ടത്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ ഉള്ളുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കണം, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയതും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതും യൂണിവേഴ്സാണ്. യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റീഡിങ് കാണാനായിട്ട് നിങ്ങളുടെ മൈൻഡിൽ പറഞ്ഞു തരുന്നതും. ഓക്കെ, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള പേഴ്സൺ തന്നെയാണ്. പലർക്കും ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലാത്തവരുമുണ്ട്. പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ഇത് കാണുന്നുണ്ടെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. ഇവർക്ക് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങളുടേത്. ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഒരിക്കലും ഒരു എക്സ്ട്രാ മാരിറ്റൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇത് ബാഡായിട്ട് ചിന്തിക്കരുത്. ഇത് ഡിവൈൻ പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച പേഴ്സണാണ്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു പേഴ്സണെ കണ്ടപ്പോൾ അധികമൊന്നും പരിചയമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പേഴ്സണെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു ഉൾവിളി തോന്നിയിട്ടുണ്ടായിരിക്കണം. ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സണെ എനിക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ മുമ്പേ എവിടെയോ അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മുമ്പ് എപ്പോഴോ പരിചയമുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും ആ ഒരു കാര്യങ്ങളിലെ കൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇപ്പം പഴയകാലത്തെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഭാഗമായിരുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത വ്യക്തികളാണെങ്കിലും സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സിങ്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, ഒരു സോൾ കണക്ഷൻ, വളരെയധികം സിങ്ക്, പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾ കൂട്ടായിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും, അങ്ങനെ ആരും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല, പക്ഷേ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിങ്ക്, കണക്ഷൻ, എവിടെയോ എന്തോ ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്നുള്ളൊരു ഉൾവിളി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇതിൽ പലർക്കും ഒരു ബോണ്ട്, അതിന് ശേഷമായിരിക്കും ഒരു ലവ് ബോണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താ പറയുക, പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒരു ലവ് ബോണ്ടിങ് കണക്ഷൻ നിങ്ങൾക്ക് അങ്ങനെ സെറ്റായിട്ടുണ്ടായിരിക്കണം. ചില വ്യക്തികൾക്കൊക്കെ ഒരുപാട് കാലങ്ങൾ സംസാരിച്ചു കൊണ്ടൊക്കെ ആയിരിക്കണം അവർക്ക് ഒരു വ്യക്തിയുമായിട്ടൊക്കെ ഒരു ലവ് കണക്ഷനിലേക്കൊക്കെ എത്തുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അങ്ങനൊരു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ ഞങ്ങൾ സോഷ്യൽ മീഡിയാസിൽ പരിചയപ്പെട്ടവരുണ്ടായിരിക്കാം ചിലർ. അപ്പോൾ ആ ഒരു പേഴ്സൺ സാധാരണ നിങ്ങൾ ചിലപ്പോൾ എല്ലാ പേഴ്സണും സോഷ്യൽ മീഡിയാസിൽ റെസ്പോൺസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷേ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാൻ തോന്നിപ്പിച്ചതും അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നിപ്പിച്ചതും അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു പേഴ്സണെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. ഞാൻ സാധാരണ ഇത്തരത്തിൽ അങ്ങനെ എല്ലാവരുമായിട്ടും മിങ്കിൾ ആവാറില്ല, സംസാരിക്കാറില്ല, പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണെ എസ്പെഷ്യലി ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം ഹീലിംഗ് തരുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്, പരസ്പരം ശക്തി നൽകുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. എത്രയൊക്കെ തളർന്നൊരവസ്ഥയിലാണെങ്കിലും, എന്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക അപ്രോച്ച്, അല്ലെങ്കിൽ ഒരു സാറില്ല അത് പോട്ടെ, അല്ലെങ്കിൽ അത് ശരിയാവും എന്നുള്ളൊരു വാക്ക് കേട്ടാൽ മാത്രം മതിയായിരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു ശക്തി തന്നെ ലഭിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു ലൈഫിൽ ഒരു പർപ്പസോട് കൂടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു വെറുതെ ഒരു റിലേഷൻഷിപ്പാണെന്ന്. ഇവിടെ വളരെയധികം സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. യുവർ സോൾ ഈസ് പ്രിപ്പയറിംഗ് ടു റീകണക്ട്, ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്. അതായത് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ സോള് തന്നെ, അത് നിങ്ങളും നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ സോളുകൾ തന്നെ അവിടെ റീകണക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ബോണ്ട് നിങ്ങൾ പലരും ഡ്രീം കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ. ഷെയർ യുവർ ഡ്രീംസ് ടുഗദർ ആൻഡ് എൻകറേജ് ഈച്ച് അതർ ടു മേക്ക് ദം എ റിയാലിറ്റി. അതെ, അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കണം ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കണം ലൈഫിൽ. നിങ്ങൾക്ക് ഇന്ന പൊസിഷനിലെത്തണം, ജോബ് ഇങ്ങനെ കിട്ടണം എന്നൊക്കെ.
ആ ഒരു നിങ്ങളെ ഡ്രീമിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനും കൂടി കൽപ്പുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് മേ ബി വേറെ രീതിയിൽ ഉണ്ടായിരിക്കാം, ഫാമിലിയുമായിട്ട് അത്ര നല്ല രീതിയിൽ പോകാത്തവരുണ്ടായിരിക്കണം. അവർക്കൊക്കെ ആ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നവർക്ക് ഈ ഒരു വ്യക്തിയുടെ ഇടപെടൽ വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസ് അല്ലാതെ ആയി മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഡ്രീംസിന് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് എല്ലാം അവിടെ ഹീലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇതെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലേൺ ചെയ്യാനുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങളുടെ സ്വഭാവം പോലും ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കണം. അവരുടെ സ്വഭാവം പോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ വിചാരിക്കുക, മുമ്പ് നിങ്ങൾക്ക് എന്താണ് സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, സ്നേഹിക്കണ വ്യക്തികൾ ഒരുപാട് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഇത്രമാത്രം സ്നേഹിക്കാണ്ട്, അച്ഛനമ്മേനെയൊക്കെ നമ്മൾ സ്നേഹിച്ചാൽ പോരെ, എന്തിന് വല്ലവർക്കും വേണ്ടി ഇങ്ങനെ കരയുന്നതൊക്കെ. പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുക, ലവ് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു സംഭവമല്ല എന്നുള്ളത്. ഇപ്പം അതിൻ്റെ പെയിൻ എന്താണ്. കാരണം നിങ്ങൾ വിചാരിച്ചു ഞാൻ മാനസികമായിട്ട് വളരെ ശക്തിയുള്ള ആളാണ്, ഒരു കാര്യത്തിന് എന്നെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതോടുകൂടി അത് നേരെ തിരിച്ചായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. കാരണം സ്പിരിച്വലി കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും ഇവിടെ സൈനുകൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. സൈൻ ഇൻ ദ സെൻസ് വാച്ച് ഔട്ട് ഫോർ സൈൻസ് ലീഡിങ് ടു യുവർ ട്രൂ ലവ്. അതെ, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഈ പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സ് 111 222 333 444. ഈ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളെ യൂണിവേഴ്സായിട്ട് തന്നെ കാണിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അവർക്കൊന്നും അധികം കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല, അഥവാ കണ്ടാൽ അവർ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം കാർഡ് കിട്ടി, സെയിം കാർഡിൽ നിങ്ങളുടെ 555 എന്നുള്ളൊരു നമ്പർ, അല്ലെങ്കിൽ 1111 എന്നൊരു നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ ഒരു വ്യക്തി അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. കാരണം അവിടെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഡിവൈൻ കണക്ഷൻ ഇല്ല, നിങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സൈൻ, ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സൈനുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു യൂണിവേഴ്സൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഗോഡ്, ഡിവൈൻ, അത് നമ്മളോട് നേരിട്ട് ഒരിക്കലും വന്ന ഒരു കാര്യവും പറയില്ല. പക്ഷേ ഈ പറയുന്ന ടാരറ്റ് കാർഡ്സിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെയാണ് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ യൂട്യൂബിലോ ടി വി ഒക്കെ കാണുന്ന ഒരു ടൈമിലേക്ക് നിങ്ങൾക്കൊരു ഒരു സ്പൈക്ക് അടിക്കുന്ന നിങ്ങൾക്കൊരു സ്പൈക്കല്ല, സ്പാർക്ക് വരുന്ന ഒരു ഉത്തരമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കഴിവുകളുള്ള ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം ഇവിടെ. അതായത് നിങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം മനസ്സിനുള്ളിൽ ചോദിക്കുമ്പോൾ തന്നെ അതിന് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കാം പല രീതിയിൽ, പലവരുടെ ഡയലോഗ്സിലൂടെയോ ടി വി ചാനലിലൂടെയോ യൂട്യൂബിലൂടെയോ, അങ്ങനെ പലർക്കും. പിന്നെ ബട്ടർഫ്ലൈസ്, നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഇണകളെ പോലെ ഇരിക്കുന്ന ഒരുപാട് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ശ്രദ്ധയിൽപ്പെടാ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും ചുറ്റിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം, പക്ഷേ അവരൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കണം ഇതെല്ലാം.